ആശയങ്ങളും സജീവ ചർച്ചയുമായി മൂവാറ്റുപുഴ നഗരസഭയുടെ സമഗ്ര വികസന പദ്ധതിയായ ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയായി. നഗരത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ഈ ചർച്ചയ്ക്ക് വിപുലമായ പൊതു പിന്തുണയാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചത്. ആശയങ്ങളും സജീവ ചർച്ചയുമായി മൂവാറ്റുപുഴ നഗരസഭയുടെ സമഗ്ര വികസന പദ്ധതിയായ ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ ഒന്നാം ഘട്ട ചർച്ച പൂർത്തിയായി. നഗരത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ഈ ചർച്ചയ്ക്ക് വിപുലമായ പൊതു പിന്തുണയാണ് ലഭിച്ചത്. ടൂറിസം, ആരോഗ്യരംഗം, ബൈപ്പാസ് റോഡുകൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡീൻ കുര്യാക്കോസ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയുടെ നന്മ ആഗ്രഹിക്കുന്ന, നല്ല പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ ചേർന്നിട്ടുള്ളത്. സാമൂഹിക, സാംസ്കാരിക, സാമുദായിക, ബൗദ്ധിക തലങ്ങളിൽ ഒക്കെ വളരെ നല്ല കോൺട്രിബ്യൂഷൻ ഓരോ കാര്യങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ വിധത്തിലുള്ള ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു തുടക്കത്തിലൂടെ നഗരവികസനത്തിൻ്റെ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കാൻ തയ്യാറായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ജോയ്സ് മേരി ആന്റണിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മുനിസിപ്പൽ കൗൺസിലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ വിധത്തിൽ ഒരു നല്ല കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ എല്ലാ വിധത്തിലും നല്ല പിന്തുണ നൽകുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ്. യോഗത്തിൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഒപ്പം സമഗ്ര വികസന രൂപരേഖ 3D പ്രസന്റേഷനിലൂടെ ജോയ്സ് മേരി ആന്റണി അവതരിപ്പിക്കുകയും ചെയ്തു. പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൃത്യമായ പാർക്കിംഗ് ഏരിയ ഇല്ലാത്തതാണ്. അപ്പോൾ മൂവാറ്റുപുഴ നഗരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കൃത്യമായ പാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ബൈക്കുകളൊക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടി വരുന്നു, കാറുകൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ടി വരുന്നു. മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ റിവറിന്റെ ഫ്രണ്ടേജ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ടും നമുക്ക് സാധിക്കുന്നില്ല. അതിന്റെ ഫലമാണ് ഈ ഒരു ടൗണിനെ ഈ ഒരു തരത്തിൽ കൺജസ്റ്റ് ആക്കി മാറ്റുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്കിതിൽ എന്താണ് ചെയ്യുക? ഈ ഒരു ഫ്യൂച്ചർ മൂവാറ്റുപുഴയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ് ഫോർ റിവർ ഫ്രണ്ട് ടൗൺ ഡെവലപ്മെന്റിന് നമ്മൾ ഏറ്റവും ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പാർക്കിംഗ് നെറ്റ്വർക്കാണ്, സ്ട്രക്ചേർഡ് പാർക്കിംഗ് നെറ്റ്വർക്ക്. ഈ പട്ടണത്തെ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത് പാർക്കിംഗ് ഫെസിലിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് റിവർ വാക്ക് എൻഹാൻസ്മെന്റ്. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പുഴയുടെ തീരത്തുള്ള ഏരിയകൾ ഏറ്റവും കൃത്യമായി ഉപയോഗപ്പെടുത്തുക, മൂവാറ്റുപുഴയുടെ നഗര സൗന്ദര്യത്തിന്റെ മുഖമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിവറിന്റെ ഫ്രണ്ടേജുകളിലെ ഒരു ആക്ടിവിറ്റി നോബാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും അവിടെയൊക്കെ ഒരു മരിച്ച അവസ്ഥയാണ്. പുഴകൾ എന്ന് പറയുമ്പോൾ ടൂറിസത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യം മരിച്ച അവസ്ഥയിൽ നിന്നും ഒരു ആക്ടിവിറ്റി നോഡിലേക്ക് നമ്മുടെ പുഴയുടെ തീരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റീപർപ്പസിംഗ് ഡിഫറെന്റ് ബിൽഡിങ്സ്. നമ്മുടെ ഇപ്പോൾ നിലവിൽ ഉപയോഗപ്പെടുത്താത്ത നമ്മുടെ ആസ്തികളെ, അസറ്റുകളെ, കെട്ടിടങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാക്ക് വേകൾ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇപ്പം നഗരവികസനത്തിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട MLAക്ക് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വാക്ക് വേക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഒരു ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. മറ്റു ഏരിയകളിലേക്കും അത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ടൗണിലെ മുഴുവൻ വികസന സാധ്യതകളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ഒരേ വേദിയിൽ ഒന്നിച്ചു ചേർന്നത് പരിപാടിയുടെ പ്രധാന സവിശേഷതയായി മാറി. സമീപ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി മേഖലാപരമായ ഏകോപിത വികസനമാണ് ടൗൺ വികസനത്തിന്റെ ദീർഘകാല നേട്ടങ്ങൾക്ക് നിർണായകമെന്ന് മാത്യു കുളനാടൻ MLA പറഞ്ഞു. എന്നോട് പറഞ്ഞ 3 പ്രൊജക്റ്റിന് പ്രയോറിറ്റി ആദ്യം MLA കൊടുക്കാതാണ് നമ്മുടെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് മോട്ടറെ സംബന്ധിച്ചെന്ന് പറഞ്ഞു. അതൊന്നിപ്പോൾ നമുക്കറിയാം, നഗര റോഡിൻ്റെ വികസനമായിരുന്നു. ദീർഘകാലമായി 10-20 വർഷമായിട്ട് മൂവാറ്റുപുഴ ആഗ്രഹിക്കുന്ന ഒരു വികസന പ്രക്രിയയായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു മുറിക്കൽ ബൈപ്പാസ്, മക്കാട് ബൈപ്പാസിലാണ് ബൈപ്പാസ് വേണം. പിന്നെ നമ്മുടെ KSRTC സ്റ്റാൻഡിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ 3 പ്രോജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. നമുക്ക് നഗര റോഡ് വികസനം ഏതാണ്ട് 95%, 97% തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിന് ഏകദേശം 90-95% നമ്മൾ തീർന്നു.
കുറുക്കല് ബൈപ്പാസിൻ്റെ എല്ലാ സാങ്കേതികതകളും പരിഹരിച്ച് നമ്മളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അതിപ്പോൾ ഒരു ഫാസ്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഒരു ചെയറിൽ എത്ര നാളുണ്ടാവും, എത്ര പ്രാവശ്യം ഉണ്ടാവും ആർക്കും അറിയില്ല. പക്ഷെ നമ്മൾ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് തലമുറകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അനിവാര്യമായ കാര്യം. മൂവാറ്റുപുഴയെ ജില്ലയായി പ്രഖ്യാപിക്കേണ്ട സമയമായെന്നും അതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിന് ഇതിനകം തന്നെയുണ്ടെന്നും മുൻ MLA ജോസഫ് വാഴയ്ക്കൻ അഭിപ്രായപ്പെട്ടു. ഫ്യൂച്ചർ മൂവാറ്റുപുഴ ഒരു പദ്ധതി മാത്രമല്ല, നഗരത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള കൂട്ടായ പ്രതിജ്ഞയാണെന്ന് യോഗം വിലയിരുത്തി. ഭാവി തലമുറകൾക്ക് അഭിമാനിക്കാവുന്ന മൂവാറ്റുപുഴയെ സൃഷ്ടിക്കാനുള്ള ദീർഘദർശിയായ തുടക്കമാണിതെന്ന വിലയിരുത്തലോടെയാണ് പരിപാടി സമാപിച്ചതെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ PPL ദോസ്, MA സഹീർ, മേരി ജോർജ് തോട്ടം, രജിത P, ജിനു ആന്റണി, ഷുക്കൂർ CM, അസം ബീഗം, ഷഹന മാഹിൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ സുബേർ KK, കിഷോർ N, G മനോജ്, ജെയ്സൺ തോട്ടത്തിൽ, മജീദ് മാങ്ങാടൻ, ദീപ്തി വിപിൻ, മുഹമ്മദ് ചെറുകപ്പിള്ളി, റബിൻസ് അലിയാർ, നൌഫിയ മൈദീൻ, ജാസ്മിൻ ഉമ്മർ, സജി ചാത്തങ്കണ്ടം, മനു പോൾ, ഷെബീന TE, ഷിത റാണി തോമസ്, രാജശ്രീ രാജു, സജി TA, ഷേർലി പൗലോസ്, രഞ്ജിനി, ജയ സുഗു, ബിസ്മി സാബിത്ത് എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.